നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് FCRA റെഗുലേഷൻസിനെ കുറിച്ചാണ്. ഈ ദിവസങ്ങളിലൊക്കെ ടെലിവിഷൻ ചാനലുകളിൽ വളരെ ഹോട്ട് ഡിസ്കഷൻ ആയിരുന്ന ഒരു വിഷയമാണ് ഈ FCRAയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി. FCRA എന്നതിൻ്റെ ഫുൾ ഫോം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോൺട്രിബ്യൂഷനായി സ്വീകരിക്കുന്ന പണത്തെ സംബന്ധിച്ചുള്ള ഒരു റെഗുലേഷൻ. ഈ ആക്ട് വാസ്തവത്തിൽ നിർമ്മിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. എമർജൻസി കാലഘട്ടത്തിലാണ്. അവരുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി വിദേശത്തുനിന്നുള്ള ധനസഹായം പല രീതികളിൽ, പ്രത്യേകിച്ചും NGOകൾ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ FCRA എന്നുള്ള നിയമം 1976 ഇന്ദിരാഗാന്ധി എനാക്ട് ചെയ്യുന്നത്. പിന്നീട് അത് 1984 അതിൽ അമെൻമെൻറ്റ്സ് വരുത്തി. അത് രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ്. അതിൽ കാര്യമായ അമെൻമെൻറ്റ്സ് വരുത്തുകയും അത് കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആക്കുകയും ചെയ്തു. പിന്നീട് 2010 മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഈ 1976 ആ ആക്ട് തന്നെ ഇല്ലാതാക്കിയിട്ട് പുതിയ ഒരു ആക്ട് നിർമ്മിച്ചു. അത് വളരെ കർക്കശമായ ആക്ടാണ്. അതിനകത്താണ് ഈ 5 വർഷത്തെ ഉള്ളിൽ 5 വർഷം കഴിയുമ്പോൾ ഓരോ FCRA അക്കൗണ്ടുകളും പുതുക്കേണ്ടതുണ്ടെന്നും ആ പുതുക്കുന്ന സമയത്ത് കർശനമായ ചില നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണമെന്നുള്ളതും കർശനമായ നിരീക്ഷണങ്ങൾക്ക് ഈ 5 വർഷത്തെ പ്രവർത്തനം വിധേയമാക്കുമെന്നുള്ളതും ഒക്കെ വന്നിട്ടുള്ളത് ഈ 2010 ആക്ടിലാണ്. അതിനകത്താണ് ഈ എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ചും ഒരു ധാരണ 50% വരെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസുകൾക്ക് വേണ്ടി, മൊത്തം 10 ലക്ഷം രൂപ പുറത്തു നിന്നാൽ അതിൽ 5 ലക്ഷം രൂപ വരെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു ധാരണയും അതിനകത്തുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ സ്റ്റാഫിനെ നിയമിക്കുന്നു, യാത്ര ചെയ്യുന്നു, ആവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നൊരു കാര്യവും ഈ 2010 നിയമത്തിലാണ് അത്തരം ഒരു റെസ്ട്രിക്ഷൻ വന്നത്. പിന്നീട് ഇതിൽ രസകരമായ വ്യത്യാസങ്ങൾ വരുത്തിയത് 2016 2018 2016 2018 BJP ഗവൺമെൻറ്റുകളാണ് വ്യത്യാസം വരുത്തിയത്. ഈ FCRAയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് റെഗുലേഷനൊന്നുമില്ല, എത്ര ഫണ്ട് വേണമെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവരാം എന്നുള്ളതാണ് അവർ കൊണ്ടുവന്ന അമെൻമെൻറ്റ്. ഇത് പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ എതിർത്തില്ല. കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തു, കാരണം അവർക്ക് പുറത്തൊന്നും കിട്ടാനില്ല. വേറെയുള്ളവർ ആരും എതിർത്തില്ല, കാരണം എല്ലാവർക്കും പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരും അതിനെക്കുറിച്ച് ഗൗരവതരമായിട്ട് ഒച്ചയുണ്ടാക്കാതെ മിണ്ടാതെ അടങ്ങിയിരുന്നു. സന്തോഷം നമുക്ക് കിട്ടിയല്ലോ. പിന്നീട് 2020 BJP ഗവൺമെൻറ് FCRA ചട്ടങ്ങൾ, NGOs ആണ് പ്രധാനമായിട്ട് FCRAയിൽ വരുന്നത്, അവരുടെ ചട്ടങ്ങൾ വളരെ അങ്ങോട്ട് സ്ട്രിഞ്ചൻ്റാക്കി കടുപ്പിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതിലെപ്പോഴും സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഭയം പുറത്തു നിന്ന് വരുന്ന ഫണ്ടുകൾ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് ഏതൊരു ഗവൺമെൻറ്റും ഉണ്ടായിരുന്ന ഭയമാണ്. ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും മൻമോഹൻ സിംഗിനും ഒക്കെ ഉണ്ടായിരുന്ന ഭയമാണ്. അതേ ഭയം തന്നെയാണ് ഇതേ ഗവൺമെൻറ്റിനും ഉള്ളത്. ഈ പുറമേ നിന്നുള്ള പണം ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവന്ന ആ റെസ്ട്രിക്ഷനകത്താണ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് പറ്റില്ല. ഒരു NGOയ്ക്ക് കിട്ടുന്ന പണം വേറൊരു NGOയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ആധാർ കാർഡ് നിർബന്ധമായി ഉണ്ടായിരിക്കണം, കൃത്യമായ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 50% ഒന്നും പറ്റില്ല, അത് 20%. പുറമേ നിന്ന് ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതെങ്കിലും തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിരിക്കാം. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തന്നെ ചിലവഴിക്കണം, അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പുറംപൂച്ചുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അത് 20% വരെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കൂടാതെ ഈ പുറമേ നിന്ന് വരുന്ന പണം മുഴുവൻ റിസീവ് ചെയ്യുന്നത് ഡൽഹിയിലുള്ള ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരേ ഒരു ശാഖയിലായിരിക്കണം എന്നുള്ള റെസ്ട്രിക്ഷനും അവിടെയാണ് വന്നത്. കാരണം ഗവൺമെൻറ് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അതിനെ സംബന്ധിച്ചും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഈ അമെൻമെൻറ്റ് ആക്ട്, ഇപ്പോഴേ 2026 അമെൻമെൻറ്റ് ആക്ട് വന്ന സമയത്താണ് ഇതിനെ സംബന്ധിച്ച് വലിയ ബഹളം ഉണ്ടാവുകയും പിന്നീട് ആ അമെൻമെൻറ്റ് താൽക്കാലികമായിട്ട് ഗവൺമെൻറ് ഉപേക്ഷിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ സംഭവിച്ചത്, ഇതിൻ്റെ ഈ FCRAയ്ക്ക് റെഗുലേഷൻസ് ഉണ്ട്, ചട്ടങ്ങളെന്ന് പറയുന്ന സംഗതി. ഒരു നിയമം ഉണ്ടാവും, നിയമത്തിന് ചട്ടങ്ങളുണ്ടാവും. ആ ചട്ടങ്ങൾ അത് വിശദീകരിക്കുന്നതാണ്. നിയമം എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് എക്സിക്യൂട്ടീവിന്. ഇത് മന്ത്രിമാരോ അല്ലെങ്കിൽ പാർലമെൻറ്റോ അല്ല, എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കുന്ന രീതി. 2011 ഉണ്ടാക്കിയ ചട്ടങ്ങളനുസരിച്ച് 5 ഹെഡിൽ മാത്രമാണ് ഈ പുറമേ നിന്ന് കൊണ്ടുവരുന്ന പണം ചെലവഴിക്കാൻ പറ്റുക. റിലീജിയസ്, കൾച്ചറൽ, എക്കണോമിക്കൽ, എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ വെൽഫെയർ, ഈ 5 ഹെഡിൽ മാത്രമാണ് ഈ പണം ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് 2011 റെഗുലേഷൻ അനുസരിച്ച് വന്നത്. അതിൽ നിന്നും മാറ്റി 2026 ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച പുതിയ റെഗുലേഷൻസ് കൊണ്ടുവന്നു. ആ പുതിയ റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് വ്യത്യസ്തമായ റെഗുലേഷൻ അല്ല.
ഈ 5 എണ്ണത്തിനെ കുറെ എക്സ്പാൻഡ് ചെയ്തു. ഈ 5 ടൈറ്റിലുകൾ റിലീജിയസ്, കൾച്ചറൽ, എക്കണോമിക്, എഡ്യൂക്കേഷണൽ, സോഷ്യൽ വെൽഫെയർ എന്നീ പറയുന്നതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് അത് 105 ഹെഡിങ്ങുകളാക്കി മാറ്റി. ഓരോന്നിനെയും അതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുക, ഇന്ന കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുക, എക്കണോമിക് എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുക, എഡ്യൂക്കേഷൻ ഇന്ന കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുക, സോഷ്യൽ വെൽഫെയർ ഇന്ന കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ 105 ചട്ടങ്ങളിലൂടെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തു. ഇങ്ങനെയാണ്, ഇത് ബ്രോഡായിട്ട് വരുന്നില്ല എന്നാണ് ഇതിനകത്ത് പറഞ്ഞ കാര്യം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കങ്ങൾ നടക്കുന്നത്. ഇത് സ്പെസിഫിക് ആക്കിയ സമയത്ത് NGOസിന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന 15,000-ഓളം വരുന്ന NGOസിന് അല്ലെങ്കിൽ FCRA NGOസിന്, FCRA സ്വീകരിക്കുന്ന ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്ന NGOസിന് മാത്രമാണ് ഇത് ബാധകം. അങ്ങനെ 15,000-ഓളം ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്ന NGOസിന് മുഴുവനും ബാധകമായ സംഗതിയാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. അത് പിന്നെ എൻവയോൺമെൻറ്റൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും റിലീജിയസ്, ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം, ഏതെങ്കിലും ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പർപ്പസിലുള്ള അല്ലെങ്കിൽ നടക്കുന്ന NGO ആണെങ്കിലും ശരി, എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിശ്ചയമായിട്ടും NGOs എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്ന, വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരുന്ന ആളുകളെ മാത്രമാണ് ഉദ്ദേശിച്ചുള്ളത്. ധാരാളം NGOs ഉണ്ട്, ലക്ഷക്കണക്കിന് NGOs ഉണ്ട്. അതൊന്നും ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്നവയല്ല. ഈ ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്ന NGOസിന് മാത്രമാണ് ഇത്തരം റെഗുലേഷൻസ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ ക്രിസ്ത്യൻ സംഘടനകളാണ് ഇപ്പോൾ കൂടുതലും ബഹളമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. നമ്മൾ TV ഡിസ്കഷനിലൊക്കെ കാണുന്നതും ക്രിസ്ത്യൻ സംഘടനകളാണ്. അപ്പോൾ അവർ ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്, ഈ 105 കണ്ടീഷൻസ് പറയുമ്പോഴും പലപ്പോഴും ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ പ്രോലറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് അറ്റംപ്റ്റിംഗ് ടു കൺവേർട്ട് പീപ്പിൾ ഫ്രം വൺ റിലിജിയൻ ടു അനദർ. ഒരു റിലിജിയനിൽ നിന്ന് വേറൊരു റിലിജിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിൻ്റെ പേര് പ്രോസലൈറ്റൈസേഷൻ എന്നാണ്. ആ വാക്ക് പലപ്പോഴും പലയിടത്തും ഈ ആക്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം. ഇത് ഒരു ഒറിജിനൽ ആക്ടിൽ ഇങ്ങനെ ഒരു വേർഡ് ഇല്ല. ഈ ഒരു വേർഡ് ഇതിനകത്ത് എന്തിനു കയറ്റി? അപ്പം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഓരോ വർഷവും ഓരോ ഈ FCRA സ്വീകരിക്കുന്ന NGOs അവരുടെ FCRA ലൈസൻസ് പുതുക്കേണ്ടതുണ്ട്. അപ്പോൾ പുതുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവരുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഇത് മതപരിവർത്തനം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നൊരു ആരോപണം ഉന്നയിച്ച് ഇവരുടെ ലൈസൻസ് പുതുക്കുന്നതിനെ കട്ട് ചെയ്യുമോ എന്നുള്ളൊരു ഭയമാണ് പ്രധാനമായിട്ടും വിമർശനമായിട്ട് ഈ വിമർശനം ഉന്നയിക്കുന്ന സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അപ്പോൾ ഇതിൽ 5 കാര്യങ്ങളാണ് പുതുതായിട്ട് ഈ ഒരു കാര്യമായ ഡിസ്കഷന് വിധേയമായിട്ടുള്ള കാര്യം. അതിലൊന്ന്, NGOs കൊണ്ടുവരുന്ന ഫണ്ട് 2 വർഷത്തിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപയെങ്കിലും അവർ കൊണ്ടുവരാൻ സാധിച്ചിരിക്കണം. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ 10 ലക്ഷം രൂപയെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചിരിക്കണം. 2, കൊണ്ടുവന്ന ഫണ്ടിൻ്റെ 75% യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ ലൈസൻസ് പുതുക്കി കൊടുക്കുകയുള്ളൂ. 3, ഇതിൻ്റെ കീ ഫങ്ഷണറീസ്, പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇന്ത്യക്കാരായിരിക്കണം, വിദേശികളെ വെക്കാൻ പറ്റില്ല. 4, ഇതിനകത്ത് കൃത്യമായ ഒരു പർപ്പസ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഫണ്ട് വരുത്താൻ സാധിക്കുക. ആ പർപ്പസിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു പർപ്പസിലേക്ക് നിങ്ങളിത് മാറ്റുന്നുണ്ടെങ്കിൽ, അതായത് റിലീജിയസ് എന്ന് പറഞ്ഞൊരു കാര്യം എക്കണോമിക്കൽ എന്നതിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ഗവൺമെൻറ് പ്രയർ സാങ്ഷൻ വാങ്ങിച്ചിരിക്കണം. 4, ജിയോഗ്രാഫിക് ഏരിയ സ്പെസിഫൈ ചെയ്തിരിക്കണം. നിങ്ങൾ ഫണ്ട് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണോ ഫണ്ട് വാങ്ങുന്നത്, അല്ലെങ്കിൽ കർണാടകത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണോ ഫണ്ട് വാങ്ങുന്നത്, അതിനെ സംബന്ധിച്ച് കൃത്യമായ സ്പെസിഫിക്കേഷൻ കൂടി മാത്രമേ ഈ ലൈസൻസ് കിട്ടുകയുള്ളൂ. ഈ കിട്ടിയ ലൈസൻസ് പ്രകാരം നിങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ കർണാടകത്തിലേക്ക് മാറി നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ച് പെർമിഷൻ വാങ്ങിയിരിക്കണം. അപ്പോൾ ഈ കണ്ടീഷൻസാണ് പ്രധാനമായിട്ടും ഇപ്പം ഡിസ്കഷനിൽ വന്നിരിക്കുന്നത്. ഇത് മിസ്യൂസ് ചെയ്യപ്പെടുമോ, ഇതുപയോഗിച്ച് സംഘടനകൾക്ക് കൂച്ചുവലങ്ങിടുന്നു, അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടയുന്നു എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ സിറോ മലബാർ സഭയടക്കം, കത്തോലിക്ക സഭയടക്കം KCBCയും CBCAയും ഒക്കെയാണ് പ്രതിഷേധവുമായിട്ട് മുൻപോട്ടിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ TV ഡിസ്കഷനിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഇതിൽ ഈ 10 ലക്ഷം രൂപയിലെ കുറവ് കിട്ടുന്ന സംഘടനകളുടെ രജിസ്ട്രേഷൻ പോകുമല്ലോ, അങ്ങനെ കുറേശ്ശെ മാത്രം കിട്ടുന്ന സംഘടനകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്ത് അതിനെപ്പറ്റി പറയുന്ന ജസ്റ്റിഫിക്കേഷൻ, ധാരാളം സംഘടന നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഓരോ സ്ഥലത്ത് ഇടുന്നത് പോലെ വെറുതെ രജിസ്റ്റർ ചെയ്തവിടെ ഇട്ടേക്കും. അപ്പം അവിടെ പൈസ ഒന്നും വരുന്നുമില്ല, പോകുന്നുമില്ല, സ്പെൻഡ് ചെയ്യുന്നുമില്ല. അപ്പം അങ്ങനെ പിന്നെ ഒരു ട്രാൻസാക്ഷൻ ഇല്ലാത്ത ഒരു അക്കൗണ്ട് എന്തിനാണ് കീപ്പ് ചെയ്യുന്നത്? അത് സംശയാസ്പദമാണ് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അത്തരം അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്.
രണ്ടാമത്തെ കാര്യം 75% യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് FCRA ലൈസൻസ് പുതുക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് 75% യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഫണ്ടിനാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്? ഈ ഫണ്ട് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർപ്പസിനാണ്, ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിനാണ്. അപ്പം എന്തിനാണ് നിങ്ങൾ ഈ ഫണ്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നത്? ഫണ്ട് ഉപയോഗിക്കണം, ഉപയോഗിച്ച ശേഷം മാത്രം അടുത്ത ഫണ്ട് കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ FCRA ലൈസൻസ് പുതുക്കിയാൽ മതി എന്നുള്ളതാണ് ഗവൺമെൻറ്. എപ്പോഴും ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് തടയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഗവൺമെൻറ് ഇത് ഫ്രെയിം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവർ ആ ഒരു ആംഗിളിൽ നിന്നാണ് നോക്കുക. നേരെ മറിച്ച് ഈ ഫണ്ട് കൊണ്ടുവരുന്നവരും NGOസും ശ്രദ്ധിക്കുന്ന അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിമർശനം. ഗവൺമെന്റിനെ സംബന്ധിച്ചൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അത് ബ്രോഡായിട്ടേ പറ്റുള്ളൂ. ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായി വരും എന്നുള്ളത് തികച്ചും സ്വാഭാവികമായ സംഗതിയാണ്. അത് ഏത് നിയമത്തിനും സംഭവിക്കുന്ന കാര്യവുമാണ്. പിന്നെ കീ ഫംഗ്ഷണറീസ് കനോട്ട് ബി ഫോറിൻ, വിദേശികളായിട്ടുള്ള ആളുകൾ കീ ഫംഗ്ഷണറീസ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ TV ഡിസ്കഷനിൽ കേട്ടത്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പ്രവർത്തിക്കുന്ന പല ഇറ്റാലിയൻ കോൺഗ്രിഗേഷൻസിൻ്റെയും അവരുടെ FCRA കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇറ്റലിയിലുള്ള സിസ്റ്റേഴ്സ് ആയിരിക്കാം. ഓഫ് കോഴ്സ് അത് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അവരവരുടെ തലപ്പത്തിരുന്നുകൊണ്ട് നോക്കുന്നുണ്ടെന്നുള്ള ശരിയാണ്. പക്ഷേ ഇതേപോലെ തന്നെ ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഒരു NGOയുടെ തലപ്പത്ത് വേണമെങ്കിൽ ജോർജ് സോറോസിന് കയറി ഇരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ വിദേശ രാജ്യത്തെ ടെററിസ്റ്റുകളെ ഓർഗനൈസ് ചെയ്യുന്ന ഒരാൾക്ക് കയറി ഇരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം വിദേശികൾ വേണ്ട, ഇന്ത്യക്കാർ മാത്രം മതി ഇതിൻ്റെ തലപ്പത്തിരിക്കാൻ, അല്ലെങ്കിൽ ഈ ഫണ്ട് നിയന്ത്രിക്കുന്ന ആളുകളുടെ കമ്മിറ്റിയിൽ ഇന്ത്യക്കാർ മാത്രം മതി എന്ന് പറയുന്നത് ഒരു ഗൗരവതരമായ നിയന്ത്രണമല്ല എന്നുള്ളതാണ്. നമുക്കത് ആർക്ക് അത് എളുപ്പത്തിൽ റെക്ടിഫൈ ചെയ്യാവുന്ന ഒരു വിഷയമുള്ളൂ. ഇന്ത്യയിൽ തന്നെ ആളുകൾ ഉണ്ടല്ലോ ഇതിനകത്തിരിക്കാൻ എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന വിശദീകരണം. 4, ആഡിങ് ഓർ റിമൂവിങ് പർപ്പസ്. ഇതൊക്കെ തീർച്ചയായിട്ടും ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നിശ്ചയമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഉറപ്പാണ്. ജിയോഗ്രാഫിക്കൽ ഏരിയ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് NGOസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ ഗവൺമെൻറ് നിയമം ഉണ്ടാക്കുന്ന സമയത്ത് എന്താണോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, അവരുടെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പുറമേ നിന്ന് വരുന്ന ഫണ്ട് രാജ്യത്തിന് അസ്ഥിരത ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടരുത്. അതുപോലെ അത് മിസ്യൂസ് ചെയ്യപ്പെടരുത്. ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത് മോഷ്ടിച്ചുകൊണ്ട് പോകരുത്. കാരണം വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന പണം അവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കവിടെ യാതൊരു അക്കൗണ്ടിങ്ങിൻ്റെയും രീതിയില്ല. അവർക്കത് അവരുടെ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന് അവർക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. ഈ പണം ഇന്ത്യയിലെത്തി, ഈ പണം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പണം അവർ നൽകിയ പർപ്പസിലേക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് ഉറപ്പാക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ ഗവൺമെൻറ്റിനുണ്ട്. ഇവിടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് പണം നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്ത് നിന്ന് പണം കളക്ട് ചെയ്യുന്നു. ആ പണം ഇവിടെ കൊണ്ടുവന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് മാറ്റി ചെലവഴിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഗവൺമെൻറ്റാണ്. കാരണം അവിടുന്ന് പണം അവർ നൽകിയിട്ടുള്ളത്, ആരാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് അവർ നൽകിയിട്ടുള്ളത് എഡ്യൂക്കേഷൻ മേഖലയിൽ മുടക്കാൻ വേണ്ടിയാണ്. അത് വേറൊരു മേഖലയിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അവർക്കത് നോക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഗവൺമെൻറ് നോക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് അതിനകത്ത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. ഇനി കാത്തലിക് ചർച്ച് എന്തിനാണ് ഇങ്ങനെ കണ്ടമാനം ബഹളം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ദീർഘകാലം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. പല പൊസിഷൻ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അവരെ ഫണ്ട് അമാസ് ചെയ്യുന്നതും ചെലവഴിക്കുന്നതുമായ രീതികൾ ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫോറിൻ ഫണ്ടല്ല, നമ്മുടെ നാട്ടിൽ തന്നെ കളക്ട് ചെയ്യുന്ന ഫണ്ട്. ഒരു 10 രൂപ പോലും അവരെ വകമാറ്റി ചെലവഴിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത് എത്ര വലിയ തുക കളക്ട് ചെയ്താലും അതുമായി കൈകാര്യം ചെയ്യുന്ന പുരോഹിതരോ അച്ഛന്മാരോ വൈദികരോ ആയിക്കോട്ടെ, സന്യാസികളോ ആരോ ആയിക്കോട്ടെ, അവരാരെങ്കിലും അവരുടെ വ്യക്തിപരമായ പർപ്പസിന് വേണ്ടി അവിടെ സ്ഥാപനത്തിൻ്റെ പേരിൽ കളക്ട് ചെയ്യുന്ന ഒരു പൈസ പോലും അവർ മിസ്യൂസ് ചെയ്യുന്നതായി അവരുടെ വ്യക്തിപരമായ പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ സന്യാസ സമൂഹത്തിൻ്റെ പർപ്പസിന് വേണ്ടിയോ ഒന്നും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അവർ കളക്ട് ചെയ്യുന്ന പണം മുഴുവൻ ആ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. കൂടാതെ അവിടെ ജോലി ചെയ്യുന്ന സന്യാസികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുഴുവൻ വേർപ്പിൻ്റെ അധ്വാനവും അവരുടെ അധ്വാനത്തിൻ്റെ മുഴുവൻ പ്രതിഫലവും ആ സ്ഥാപനത്തിൽ തന്നെ അവർ ചെലവഴിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തരത്തിലും ഇത് മിസ്യൂസ് ചെയ്യാറില്ല. തീർച്ചയായിട്ടും FCRA ഫണ്ടുകളുടെ കാര്യത്തിലും ഇത്തരത്തിൽ തന്നെ ആവും കത്തോലിക്ക സഭകൾ പെരുമാറുക എന്ന് എനിക്കുറപ്പുണ്ട്. അവരിതിനകത്ത് ഒരു പൈസ പോലും മിസ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ ഗവൺമെൻറ് ഒരു നിയമം ഫ്രെയിം ചെയ്യുമ്പോൾ അവരെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, ഇത് കൊണ്ടുവന്ന് മിസ്യൂസ് ചെയ്ത എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ബിഷപ്പിൻ്റെയൊക്കെ വേഷം കെട്ടിയിരിക്കുന്ന ചില ആളുകൾ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം സംഭരിച്ച് അവിടെയൊക്കെ വിമാനത്താവളം ഉണ്ടാക്കാൻ വേണ്ടി ആ സ്ഥലം മറിച്ചു വിട്ടതായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ പണം എവിടുന്ന് വന്ന പൈസയാണ്? ഇതുപോലെ വിദേശത്ത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പൈസയാണ്. അത് മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വസ്തുതയാണ്. കത്തോലിക്ക സഭകൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള സംഗതിയാണ്. ഈ വടക്കേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും സഭയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഒരു പ്രസൻസ് അവർ അറിയിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നുള്ളത് വളരെ ശരിയായ സംഗതിയാണ്. ഇവിടെ വെറും 2.3% ഉള്ള കാത്തലിക്സിനെ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം
അവർ ചെയ്യുന്ന മിഷണറി പ്രവർത്തനങ്ങൾ മാത്രമാണ്. അപ്പോൾ അവരുടെ പ്രസൻസ് അറിയിക്കാനുള്ള ഒരു 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 വേദിയാണ് ഈ മിഷണറി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഈ ഫോറിൻ ഫണ്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഇതേ പണം തന്നെ മണിപ്പൂരിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടതായിട്ട് ഗവൺമെൻറ് പറയുന്നു. മണിപ്പൂർ കലാപത്തിൽ വ്യാപകമായി വിദേശ ഫണ്ടുകൾ ഉപയോഗിക്കപ്പെട്ടു എന്ന് ഗവൺമെൻറ് കണ്ടെത്തിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ FCRA റെസ്ട്രിക്ഷൻസ് ഇത്രയും കഠിനമായി വരുന്നത്. അപ്പം നിയമങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നിശ്ചയമായിട്ടും നിയമം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് എന്നും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് ഏത് മേഖലയിൽ നിയമം ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ വെൽഫെയറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് നല്ല പൗരന്മാരെന്ന നിലയ്ക്ക് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള സംഗതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നിശ്ചയമായിട്ടും കത്തോലിക്ക സഭ ഈ പണം വിദേശത്തിൽ കൊണ്ടുവരുന്നത് ഏതെങ്കിലും തരത്തിൽ മിസ്യൂസ് ചെയ്യാനല്ല എന്നുള്ളത് നിശ്ചയമായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. ഇത് പുറമേ നിൽക്കുന്നവർക്കും അകമേ നിൽക്കുന്നവർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയ്ക്ക് മാത്രമായിട്ട് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. നിയമം ഉണ്ടാക്കുമ്പം എല്ലാവർക്കും വേണ്ടിയാണ്. ഈ പറയുന്ന NGOസിൽ ഒരു ചെറിയ ശതമാനം മാത്രമായിരിക്കും കത്തോലിക്കരുടേതായിട്ടുള്ളത്. ബാക്കി ധാരാളം NGOs ഉണ്ട്. അവരാരും പുറമേക്ക് വരുന്നില്ലല്ലോ. പുറമേക്ക് ഒന്ന് ഒച്ചയുണ്ടാക്കുന്ന കത്തോലിക്ക മാത്രമാണ്. കാരണം അവർ മാത്രമാണ് ഇത് കൃത്യമായിട്ട് ചെയ്യുന്നത്. അവർ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒച്ചയുണ്ടാക്കും. കാരണം അവരെ സംബന്ധിച്ച് ഇത് ഞങ്ങൾ കൊണ്ടുവരുന്ന പൈസയല്ലേ, ഞങ്ങളുടെ പൈസയല്ലേ, ഇതിനെപ്പറ്റി എന്തിനാണ് ഗവൺമെൻറ് വ്യാകുലപ്പെടുന്നത് എന്നുള്ളതാണ് അവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യം. ഇപ്പോൾ ഈ പലപ്പോഴും പല ഡിസ്കഷനിലും വന്നൊരു കാര്യം, ഇത് നമ്മളുടെ തന്നെ സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പൈസയാണ്, അല്ലാതെ വിദേശികളുടെ പൈസയൊന്നുമല്ല. അപ്പം അവരുടെ ആവശ്യങ്ങൾക്ക് ശേഷം അവരെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസയാണെന്നാണ് പല ഡിസ്കഷൻസിലും ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല. അപ്പം ഇത് നമ്മളുടെ തന്നെ പൈസ ഒരു പരിധി വരെ ഇത് ഫോറിൻ ഫണ്ട് എന്ന് വിളിക്കുന്നത് പോലും വാസ്തവത്തിൽ വലിയ അക്രമമാണ്. കാരണം ഇത് നമ്മളുടെ ആളുകൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. അത് വിദേശത്ത് അധ്വാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും സ്വദേശി ഫണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ട് അതാത് ആളുകളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഇന്ത്യൻ പണമാക്കിയ ശേഷം അത് NGOസിൽ സംഭരിച്ചാൽ പോരെ? അപ്പം ഈ FCRAയുടെ പ്രശ്നം വരുന്നില്ലല്ലോ. അവർ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഏതൊരു ആൾക്കും NRIക്കും നോൺ റെസിഡന്റ് ഇന്ത്യനും ഇന്ത്യയിലേക്ക് പണം അയക്കാം. അത് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ വരട്ടെ. അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ വന്നതിന് ശേഷം അവിടുന്ന് കളക്ട് ചെയ്ത് ഈ NGOസിൽ പ്രവർത്തിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ അറിവുകളും ഉണ്ടായിരിക്കാം. എന്തായാലും എനിക്കൊരു സംശയം ബാക്കിയുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൽ വേറൊരു വലിയ ആരോപണം പറഞ്ഞത്, NGO അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഗവൺമെൻറ് പറഞ്ഞു കൊടുക്കണം, അവരുടെ വെബ്സൈറ്റുകൾ ഗവൺമെൻറ് എക്സ്പോസ് ചെയ്യണം. അത് NGOയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തിയല്ല, ആ സംഘടന ഏതാണോ NGOയുടെ ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ എന്ന് പറഞ്ഞിട്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഫോർ കേരള എന്ന് പറഞ്ഞുകൊണ്ട് NGO ആണെന്ന് വിചാരിക്കുക. ആ NGO അവരുടെ വെബ്സൈറ്റും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും NGOയുടേത്, അല്ലാതെ NGOയുടെ സെക്രട്ടറിയുടേതോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറോ ഒന്നുമല്ല, ആ NGOയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഗവൺമെൻറ് കൊടുക്കണം. അപ്പോൾ ഇത് പിന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ മേലെയുള്ളൊരു കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് പിന്നെ ഈ വിമർശകരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അതെങ്ങനെയാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനുള്ള കടന്നുകയറ്റമാവുന്നത്? വിദേശത്തു നിന്ന് പണം കൊണ്ടുവരുന്ന NGOയോടാണ് ചോദിക്കുന്നത്, അല്ലാതെ ഈ നാട്ടിലെ NGOയോടല്ല ചോദിക്കുന്നത്. നിങ്ങൾ വിദേശത്ത് കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് ഇവിടെ ഒരു ഫേക്ക് പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്? നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്ക് പ്രൊപ്പഗാൻഡ, ഈ അടുത്ത കാലത്ത് ഒരു പാറ്റ പ്രൊപ്പഗാൻഡ ഉണ്ടായത് നമുക്കറിയാം. എത്ര വേഗം എന്നാണ് രാജ്യം മുഴുവൻ ആ പ്രൊപ്പഗാൻഡ പടർന്നു പിടിച്ചത്. അവരെ കൊണ്ട് പൊന്തിച്ചു വരാൻ കൊണ്ടുവന്ന് സാധിച്ചില്ല എന്നുള്ളത് വേറെ വിഷയം. എങ്കിൽ പോലും ഒരു പാറ്റ എന്ന് പറയുന്ന ഒരു സംഘടനയെക്കുറിച്ച് ഇന്ത്യയുടെ മുക്കിലും മൂലയിലും നിമിഷ നേരം കൊണ്ട് അവർക്ക് ഇൻഫർമേഷൻ എത്തിക്കാൻ സാധിച്ചു. ഇത് സോഷ്യൽ മീഡിയയുടെ പവറാണ്. അപ്പം ഇത്തരം ഒരു പർപ്പസിനാണോ നിങ്ങൾ ഈ പണം കൊണ്ടുവരുന്നതെന്ന് നിശ്ചയമായിട്ട് ഗവൺമെൻറ് അറിയേണ്ടതുണ്ട്. ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾ ആരും അത് ചെയ്യില്ല. പക്ഷേ ഇത് കൊടുക്കണം, ഒഫീഷ്യലായിട്ടുള്ളത് കൊടുക്കണം. ഗവൺമെൻറ് അത് ചെക്ക് ചെയ്യാനുള്ളതാണ്, ഗവൺമെൻറ് അവകാശവുമാണത്. അപ്പോൾ അത് പിന്നെ നമ്മളുടെ റൈറ്റ്സിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള വിമർശനത്തിൽ വലിയ ഒരു കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറയുന്നത് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, കൂടാതെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പ്രസിദ്ധീകരണങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് കൊടുക്കണം. FCRAയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ആൻറ്റി ഗവൺമെൻറ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. അവർ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർ FCRA തലപ്പത്ത് പോയിരിക്കേണ്ട ആവശ്യമില്ല, വേറെ ആൾക്കാർ പോയിരിക്കട്ടെ, സമരം ചെയ്യേണ്ടവർ മാറി നിൽക്കട്ടെ. അപ്പോൾ അവർ പിന്നെ FCRA അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന NGOയുടെ തലപ്പത്തിരിക്കുകയും എന്നിട്ട് അവർക്ക് ഗവൺമെൻറ്റിനെതിരായോ അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കെതിരായോ ലേഖനം എഴുതുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് നടക്കുകയില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. അവരത് ചെക്ക് ചെയ്യും. അത് പേഴ്സണൽ ഫ്രീഡത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ്, ഡെമോക്രസിയുടെ മേലുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഡെമോക്രസി ഡേഞ്ചറിലാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിയാണ് പല TV ഡിസ്കഷനിലും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്.
അത് ഡെമോക്രസിയുടെ ഭാഗമല്ലേ, ഫ്രീഡം അല്ലേ? ഈ ലോകത്തിൽ വലിയ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്ക പോലും നടക്കാത്ത കാര്യമാണെന്നാണ് അവിടെ ജീവിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതുപോലെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, ആരെയും നിങ്ങൾക്ക് ചീത്ത വിളിക്കാം. ഈ ചീത്തവിളി, നിങ്ങളുടെ ഈ ചീത്തവിളി അല്ലെങ്കിൽ നിങ്ങളുടെ വിമർശനം വളരെ ശരിയാണ് എന്നുണ്ടെങ്കിൽ അത് ഇലക്ടറേറ്റ്, ഈ നാട്ടിലെ ജനങ്ങളത് ഏറ്റെടുക്കുകയും നിങ്ങളെ എലക്ട് ചെയ്ത് നിങ്ങളെ നാളെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ നാളെ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ പിന്നെ ഈ സാധനമൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇലക്ട് ചെയ്യപ്പെട്ട ഗവൺമെൻറ് അതൊരു ഡെമോക്രാറ്റിക് സെറ്റപ്പാണ്. ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇലക്ട് ചെയ്ത ഗവൺമെൻറ് ഇനാക്ട് ചെയ്യുന്ന നിയമങ്ങൾ അതനുസരിക്കുക എന്നുള്ളത് ഡെമോക്രസിയുടെ ഭാഗമാണ്. അതിനെ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നേരെ, പക്ഷേ അത് അനുസരിക്കുക എന്നുള്ളത് ഒരു ഡെമോക്രസിയിലെ പൗരന്റെ ചുമതലയിൽപ്പെടുന്ന കാര്യം കൂടിയാണ് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമുള്ളതാണ് എന്ന് വിചാരിച്ച് പറയുന്നത്, ഡെമോക്രസി എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഭരിക്കുന്നവർക്കും ഡെമോക്രസി ഉണ്ട്, പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഡെമോക്രസി ഉണ്ട്, വിമർശിക്കുന്നവർക്കും ഡെമോക്രസി ഉണ്ട്. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ഈ ഡെമോക്രസിയുടെ പേരിൽ ഇപ്പോൾ ഡൽഹിയിൽ ഇതിനെ സംബന്ധിച്ച് വലിയ പരാതി കൊടുത്ത കേരളത്തിൽ നിന്ന് പോയ ഒരു TV ചാനൽ അവതാരകരായിരുന്ന ഒരു രാജ്യസഭാംഗം, അദ്ദേഹം ഇവിടെ കക്കുകളി നാടകവും പ്രോത്സാഹിപ്പിച്ചു നടന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ സഭയുടെ പ്രസ്ഥാനങ്ങളോട് എന്ത് പ്രതിബദ്ധതയുണ്ടായിട്ടാണ് അദ്ദേഹം ഇതുമായിട്ട് പരാതിയായിട്ട് വന്നത്? വെറും രാഷ്ട്രീയമാണ് ഇതിൻ്റെ പുറകിലുള്ള. അപ്പം ഞാൻ പറഞ്ഞല്ലോ, 2020 രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ലാതെ സൈലന്റ് ആയിരുന്ന ആളുകളാണ് ഇവിടെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്ക് വലിയ ബഹളം വെക്കുന്നത്. അത് നമുക്ക് കിട്ടുന്നതായതുകൊണ്ട് പോരട്ടെ, മറ്റുള്ളത് നമുക്ക് ഗവൺമെന്റിനെ വിമർശിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇതിൻ്റെ പിന്നിൽ വളരെ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. വേറൊന്ന്, ഇത് RSS അജണ്ടയാണ്. അതുകൊണ്ടാണ് ഈ മതപരിവർത്തനം എന്നുള്ള വാക്ക് ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കയറി വന്നത് എന്നുള്ള ഒരു വിമർശനമാണ് പലപ്പോഴും ഡിസ്കഷനിൽ വരുന്ന ഒരു കാര്യം. ഈ RSS എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിന് എഗനസ്റ്റ് ആണ് എന്നുള്ളത് ഏത് ഭാഗത്തു നിന്നാണ് നമ്മളിത് വായിച്ചെടുത്തത്? 2000ഓളം വർഷമായി ഇവിടെ നമ്മൾ കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ച് ജീവിക്കുന്നില്ലേ? ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഈ ബഹളം ഉണ്ടാക്കുന്ന ഭൂരിഭാഗം കേരളത്തിലുള്ള ആളുകളാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. 2000ഓളം ഭാഷ ഇവിടെ സംസാരിക്കപ്പെടുന്നുണ്ട്. അതിൽ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് 16 ഉള്ളത് ശരി, പക്ഷെ 2000ഓളം ഭാഷ സംസാരിക്കുന്നുണ്ട്. ഒരു ഭാഷ ഒരു സംസ്കാരത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 2000ഓളം അല്ലെങ്കിൽ 5000ഓളം സംസ്കാരങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഈ സംസ്കാരങ്ങളുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ഒരേപോലെ പെരുമാറണമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയാണോ? ഇപ്പം ഇവിടെ വിദേശ വടക്കേ ഇന്ത്യ പോയിട്ട് മിഷണറി പ്രവർത്തനം നടത്തുന്ന സമയത്ത് അവർക്കത് മനസ്സിലായി എന്ന് വരില്ല, അവർ പിടിച്ചടിച്ചെന്നിരിക്കും. അതിൻ്റെ കാരണം നിങ്ങൾ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒരു പുതിയ സമൂഹത്തിൽ പോയി പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എതിർപ്പുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ സംഗതിയാണ്. അതുകൊണ്ട് രാജ്യത്തുള്ള മുഴുവൻ RSSകാരും ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന് പിന്നെ ഒരു ജനറലൈസേഷൻ നടത്തുന്നതിനകത്ത് കാര്യമില്ല. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക. അതിന് കാരണം രാജ്യം വളരെ വലുതാണ്. നാനാത്വം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഓരോ സ്ഥലത്തും ഓരോ റെസ്പോൺസാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നവർ, സുവിശേഷ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും പ്രതിബന്ധങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. കാരണം അവിടെയുള്ള എക്സിസ്റ്റിംഗ് രീതികൾക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവർ നിങ്ങളെ ചെറുക്കാൻ ശ്രമിക്കും. കാരണം അത് അവരുടെ സ്ഥലമാണ്, അവരുടെ സ്ഥലത്ത് അവർ ചെറുക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിനെ ഏത് തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ മിടുക്കിനനുസരിച്ചിരിക്കും, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് അനുസരിച്ചിരിക്കും. അല്ലാതെ ഗവൺമെന്റ് വന്നിട്ട് ശരിയാക്കി തരണം, ലോ കൊണ്ടുവന്നിട്ട് ശരിയാക്കി തരണം എന്ന് പറയുന്നതിനേക്കാൾ ഏറെ അതല്ലല്ലോ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഇന്ത്യയുടെ സെൻസസ് പ്രകാരം 2.3% മാത്രമേ ഉള്ളൂ. ഈ 2.3% ഏകദേശം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് എത്രയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഒട്ടും വളരാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിവിടെ കൺവേർഷൻ ഒന്നും നടത്തുന്നില്ല എന്നാണ്. അപ്പോൾ കൺവേർഷൻ നടത്താത്ത നമുക്ക് പിന്നെ എന്തിനാണ് ഈ കൺവേർഷനെ കുറിച്ച് പറയുമ്പോൾ ഇത്ര വലിയ പ്രയാസം ഉണ്ടാകുന്നത്? നമ്മളൊരു കൺവേർഷൻ നടത്തുന്നില്ല, അത് വളരെ ശരിയായിട്ടുള്ള കാര്യമില്ല. നമ്മൾ കൺവേർഷൻ നടത്തുന്നില്ല. നിശ്ചയമായിട്ട് നമ്മൾ ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ സേവനങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഒരു തരത്തിലും മതപരിവർത്തനം ശ്രമിക്കുന്നില്ല. അങ്ങനെ മതപരിവർത്തനം ശ്രമിക്കാത്തിടത്തോളം കാലം എന്തുകൊണ്ടാണ് മതപരിവർത്തനം എന്നൊരു വാക്കിനെ ഇത്രത്തോളം ഭയപ്പെടുന്നത് എന്നുള്ള ഒരു വിഷയമുണ്ട്. കാരണം മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഈ 10-75 വർഷത്തിനിടയിൽ നമ്മുടെ പെർസെൻറ്റേജിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കാത്ത ആളുകളുടെ പെർസെൻറ്റേജ് റെഗുലറായിട്ട് കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാം. അവരൊരു ബഹളം ഉണ്ടാക്കുന്നില്ല, പക്ഷെ അവരുടെ പെർസെൻറ്റേജ് റെഗുലറായിട്ട് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു തരത്തിലുള്ള പെർസെൻറ്റേജ് വളർച്ച ഉണ്ടാക്കാത്തവർ കണ്ടമാനം കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് മുങ്ങി നിൽക്കുന്ന ഒരു സംഗതിയുണ്ട്.
നമ്മൾ കേരളത്തിൽ നിന്ന് കാണുന്ന സമയത്ത് ഈ മുഖം മൂടിയ വർഗീയത നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ലേ എന്നൊരു ചോദ്യമാണ് എനിക്കുള്ളത്. ഇവിടുത്തെ ഹിന്ദു സമൂഹം ആരുടെയെങ്കിലും കൈവെട്ടാൻ വന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും ഭൂമി പിടിച്ചെടുക്കാൻ മുനമ്പത്ത് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ സർക്കാർ സംവിധാനങ്ങൾ നുഴഞ്ഞു കയറി സ്കോളർഷിപ്പുകൾ തട്ടിയെടുക്കുക, അതുപോലെ റിസർവേഷൻസ് തട്ടിയെടുക്കുക, ഇത്തരം പരിപാടികളിലേക്ക് കടന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നന്നായി നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഹയോസ് അലമ്പുണ്ടാക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി യൂണിഫോമിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലം വേണമെന്ന് പറഞ്ഞ് അലമ്പുണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഹിന്ദു സമൂഹം ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പെൺമക്കളെ ആരെങ്കിലും സ്നേഹത്തിൻ്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ ഹിന്ദു സമൂഹത്തിൽ നിന്ന്? അല്ലെങ്കിൽ അവരെ ലഹരിക്കടിമയാക്കി തട്ടിയെടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വെറുതെ ആകാശത്തേക്ക് നോക്കി ആരോപണങ്ങൾ ഉന്നയിച്ച് ഇല്ലാത്ത ഭീതി വിതച്ച് ആളുകളുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നത് വാസ്തവത്തിൽ ഇത്തരം ആരോപണങ്ങൾ നടത്തുന്നവരാണ്. അല്ലാതെ വെറുതെ അവരാണ് RSSകാരാണ് വർഗീയത വളർത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ സ്വന്തം നമ്മുടെ സമൂഹത്തിനിടയിൽ ഭീതി വളർത്തുമ്പോൾ RSSകാരെല്ലാം കൂടെ നിങ്ങളെ ആക്രമിക്കാൻ വരികയാണ്, നിങ്ങളുടെ പള്ളിയിൽ കയറിയിട്ട് അവർ പള്ളി പൂട്ടിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് ഇവിടെ ഒരു സമൂഹം ഇവിടെ വർഗീയത വളർത്താൻ വേണ്ടി ഉപയോഗിച്ച അതേ ടാക്ടീസാണ്. ആ സമൂഹം ഇവിടെ ഉപയോഗിച്ച ടാക്ടീസും നിങ്ങളെ മുഴുവൻ ഇവർ മതം മാറ്റും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭയം ഇവിടെ വളർത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ഇവിടെ വർഗീയത കളിക്കുന്ന ഒരു സമൂഹം ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ പരിപാടിയുടെ പുറകെ പോകേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് വാസ്തവത്തിൽ ഈ പണ്ട് ഒരു കുറുക്കൻ 2 ആടുകളെ തമ്മിൽ ഇടിപ്പിച്ച കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 ആളുകൾ ഇടികൂടിയിട്ട് ചോര കുടിക്കാൻ വേണ്ടി ഓടിച്ചിരുന്ന ഒരു കുറുക്കൻ്റെ കഥയുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ആ കഥയിലെ ഒരു കുറുക്കനായി നമ്മൾ ഒരു ആടായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ FCRA എന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി, ഒച്ചപ്പാടുണ്ടാക്കി, ഇതിൻ്റെ പിന്നിൽ മുതലെടുക്കുന്ന ആരോ ഒളിച്ചിരിക്കുന്നുണ്ട്, ഇതിൻ്റെ മുന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അവർ മുതലും കൊണ്ട് പോകും, അവർ ഇഷ്ടംപോലെ കാശ് കൊണ്ടുവരികയും ചെയ്യും, അത് അവരവരുടെ ആവശ്യം ഉപയോഗിക്കുകയും ചെയ്യും. നമ്മളിവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കും, നമ്മൾ വെറുതെ സ്കേപ്പ് ഗോട്ടാവും. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു.